എന്തിനാണ് മനുഷ്യനുണ്ടായത്, അല്ലെങ്കിൽ മനുഷ്യൻ എന്ത് ധർമ്മമാണ് നിർവഹിക്കേണ്ടത് എന്നൊരു ചോദ്യം നിരന്തരമായി കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ ആബിദ് ഇതേ ചോദ്യം ചോദിച്ചു. മനുഷ്യന്റെ ധർമ്മം എന്താണ്? ഒരു മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് എന്റെ പർപ്പസ് ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് പൊതുവെ നമ്മുടെ ചോദ്യങ്ങളിലുള്ളതാണ്. പക്ഷെ മനുഷ്യകുലം എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്, അതിനെ ആധാരമാക്കിയിട്ടാണ് മൂന്നാമത്തെ അധ്യായം നമ്മളിവിടെ സംസാരിക്കുന്നത്. ഹ്യൂമൻ ലൈഫ് ധർമ്മ, ഫുൾഫിൽ യുവർ പർപ്പസ് ബൈ ബിക്കമിങ് നേച്ചേഴ്സ് ലിവിംഗ് അവയർനെസ്. മനുഷ്യന്റെ ജീവിതധർമ്മം. മനുഷ്യന്റെ ജീവിതധർമ്മം പ്രകൃതിയുടെ പ്രകടബോധമായി ജീവിക്കുകയാണ്. ഓരോ വ്യക്തിക്കും സഹജമായ കഴിവുകളും വാസനകളും നിയോഗവും വ്യത്യസ്തമായതിനാൽ ധർമ്മത്തിന്റെ പ്രകടനവും വ്യത്യസ്തമായിരിക്കും. ജീവിതത്തിലെ സ്ഥലവും കാലവും അനുഭവങ്ങളും സാഹചര്യങ്ങളും വ്യക്തിയെ ധർമ്മപൂർണത്തിലേക്ക് നയിക്കുന്നു. സ്വന്തം സഹജ പ്രകൃതിയെ തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ജീവിതം അർത്ഥപൂർണവും സമഗ്രവുമാകുന്നത് എന്നാണ് ഈ പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ഈ ദിനം, സന്തോഷകരമാവട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മെ ഏവരെയും നയിക്കുമാറാകട്ടെ. നമ്മള് ഈ ജീവിതധർമ്മത്തെ കുറിച്ച്, ജീവിതധർമ്മം എന്ന് പറയുമ്പോൾ നമ്മളെ ഈ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിച്ചു പോന്നു. ജീവിതധർമ്മവും തൊഴിലും ഈ ഒരു ബന്ധത്തില് മനുഷ്യന്റെ ജീവിതധർമ്മം എന്താണ്, ഈ മനുഷ്യൻ എന്നുള്ള മനുഷ്യകുലത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതധർമ്മം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമ്മള് ഈ മനുഷ്യൻ പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ് എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ. അതായത് പ്രകൃതിയിലെ ഒരു ജീവിയാണ് മനുഷ്യൻ, അത് പ്രകൃതിയുടെ ഒരു ഉൽപ്പന്നമാണ് എന്നുള്ള രീതിയിൽ. ശരിക്കും പറഞ്ഞാൽ വെറും ഉൽപ്പന്നം എന്നുള്ള രീതിയിൽ, ഒരു അംഗം എന്ന രീതിയിൽ, ഒരു അവയവം അല്ലെങ്കിൽ ഒരു കോശം എന്ന രീതിയിൽ മാത്രമാണോ മനുഷ്യന്റെ നില എന്ന് നോക്കിയാൽ അത്രയല്ല, കുറച്ചു കൂടുതലാണെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ചും പ്രകൃതിയുടെ ധർമ്മത്തിന്റെ നടപ്പിലാക്കലിന്, പ്രകൃതിയുടെ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എല്ലാ അവയവങ്ങളെയും ഉണ്ടാക്കിയിട്ടുള്ളെങ്കിലും ചില സവിശേഷ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാനാണ് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളത്. ഈ പ്രകൃതി തന്നെ മനുഷ്യനിലൂടെ സ്വയം പ്രകടമാകുന്നുള്ളൂ. പ്രകൃതിയുടെ വളരെ അസ്വാഭാവികമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പൊ കാട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതി വളരെ വിശിഷ്ടമായ രീതിയിലെല്ലാം ക്രമീകരിച്ചിരിക്കുന്നത് കാണാനാവും. ആ വിശിഷ്ടത എന്ന് പറയുന്നത് ഇവിടെ സർവ്വ ജീവജാലങ്ങളുടെയും അകത്ത് ലീനമായതാണ്. മനുഷ്യരിലെത്തുമ്പോൾ ഇതൊന്നും കാണാതെയാകുന്നതിന്റെ കാരണം വളരെ സവിശേഷമായ ഒരു അവസ്ഥ വന്ന് അത്ഭുതകരമായ രീതിയിൽ അവൻ പ്രത്യക്ഷമാക്കാൻ വേണ്ടി ഈ ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതായത് സാധാരണ മനുഷ്യർ നോക്കുമ്പോൾ പ്രത്യേകിച്ച് ശേഷിയൊന്നുമില്ല, ചില പ്രത്യേക അവസ്ഥകളിൽ ചില മനുഷ്യർ ഭയങ്കര വിശിഷ്ട വ്യക്തികളായിട്ട് മാറുന്ന ഒരു സവിശേഷ പ്രത്യക്ഷമാകൽ അവിടെ സംഭവിക്കാറുണ്ട്. കാട്ടിലേക്ക് നോക്കുമ്പോൾ ജൈവതയ്ക്ക് സഹജമായ ശേഷിയാണുള്ളത്. സത്യത്തിൽ അമാനുഷികത എന്നൊരു സാധനം ഇല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇവിടെ ജൈവതയാണുള്ളത്. ജൈവതയുടെ വിപുലമായ രൂപമാണ് ദൈവത അല്ലെങ്കിൽ ദൈവീകത എന്ന് പറയുന്നത്. ഇത് എല്ലാവരിലും ലീനമാണ്. അവര് കൃത്രിമമായിട്ടുള്ള ജീവിതം നയിക്കുമ്പോൾ, വഴിവെട്ടിയ ജീവിതം നയിക്കുന്ന സമയത്ത് ഇതെല്ലാം കറ പിടിച്ചു മൂടിപ്പോകും. മൂടിപ്പോയിട്ട് കാണാതെയാകുന്നത് കൊണ്ടാണ് നമ്മളിൽ പലപ്പോഴും വിശിഷ്ടത കാണാനാകാത്തത്. ഇപ്പോ ശരീരത്തിന് സഹജമായി തന്നെ ശരീരത്തെ രൂപപ്പെടുത്താൻ, ഈ ശരീരത്തെ രൂപപ്പെടുത്തിയ ജീവനാണ്, ഇതിനെ രൂപപ്പെടുത്താനുള്ള ശേഷിയുണ്ട്, ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ശേഷിയുണ്ട്, ഇതിന് കേടുപാടുകൾ വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാനുള്ള റെസിലിയൻസിലുള്ള ശേഷിയുണ്ട്. ഈ ശേഷിയും എല്ലാം ഉള്ളതാണ് ശരീരം. ഇതെത്ര പേർക്ക് അറിയാം? ജീവന്റെ സ്വഭാവമാണ്, ജീവൻ എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാന സ്വഭാവമാണ് ഞാൻ ഈ പറഞ്ഞത്. സ്വയം രൂപാക്കുക, സ്വയം സംരക്ഷിക്കുക, സ്വയം വംശീകരിക്കുക എന്നുള്ളതെല്ലാം തന്നെ അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിന് അനുചിതമായ വഴികളിലൂടെ നിരന്തരം കൊണ്ടുപോയിട്ട് രോഗാവസ്ഥയിലേക്ക് പോകും. അവിടെ തിരിച്ച് അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ വിട്ടു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഇൻപുട്ടുകളൊന്നും കൊടുക്കാതെ റെസ്റ്റ് എടുപ്പിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പഴയ സ്ഥിതിയിലേക്ക് വരും. ഇത്രയും സിമ്പിളാണ് ആരോഗ്യവും ജീവനും ഒക്കെ. നമുക്കിങ്ങനെ സിമ്പിളായിട്ട് അനുഭവപ്പെടാനുള്ള കാരണം ജീവൻ അത്രയേറെ സങ്കീർണമായ രീതിയിലുള്ള സ്വയം നിർദ്ധാരണ സംവിധാനമാണ്. പക്ഷെ നമുക്ക് എത്ര പേർക്ക് അറിയാം? നമ്മൾ എത്ര പേര് അനുഭവിക്കുന്നുണ്ട്?
അതിന് കാരണം എന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ജീവിച്ചതിന്റെ മുകളിൽ ആ സ്വാഭാവികമായ വിശിഷ്ടതയുടെ മുകളിൽ കറപിടിപ്പിച്ചിട്ട് അതാണ് ജീവിതം എന്ന് ചിന്തിച്ചു വശായവരാണ്. അതുകൊണ്ടാണ് നമുക്ക് ആ വിശിഷ്ടത മനസ്സിലാകാൻ കഴിയാത്തത്. മനുഷ്യൻ പലപ്പോഴും സാധാരണ പ്രകൃതിയിലെ ജീവജാലങ്ങളെക്കാളും ഉയർന്ന രീതിയിൽ, വലിയ രീതിയിൽ, അല്ലെങ്കിൽ വിപുലമായ രീതിയിൽ പലതും കാണിക്കുന്നത് കാണാറുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തോന്നും മനുഷ്യൻ പ്രകൃതിയുടെ അധിപനാണ്, പ്രകൃതിയുടെ മുകളിൽ ഈ ആനപ്പുറത്ത് മറ്റേ പാപ്പാൻ കയറി ഇരിക്കുന്ന, അല്ലെങ്കിൽ ആനപ്പുറത്ത് കൊതുക് കയറി ഇരുന്നിട്ട് ആനയെ നയിച്ചു പോകുന്നത് പോലെ അതിന്റെ മുകളിൽ കയറി ഇരുന്നിട്ടാണ് നമുക്ക് തോന്നുന്നു നമ്മൾ ഇതിന്റെ രാജാവാണെന്ന്. പ്രകൃതിയുടെ ഒരു പ്രകടനമാണ്, പ്രകൃതിയുടെ ബോധമാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അല്ലാതെ പ്രകൃതിയുടെ വെറും ഉൽപ്പന്നമല്ല, അല്ലെങ്കിൽ പ്രകൃതിയുടെ മുകളിൽ ഒരു സ്വാധീനമില്ലാത്തവനുമല്ല. ഈ പ്രകൃതി അതിന്റെ ബോധത്തെ പ്രകടമാക്കുന്നത് അതിന്റെ അവയവങ്ങളിൽ കൂടെയാണ്. അതിൽ ചില സവിശേഷ പ്രകടനങ്ങൾ ആവശ്യമായിട്ട് വരുമ്പോൾ അവിടെയാണ് മനുഷ്യനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ മനുഷ്യന്റെയും മറ്റ് ജീവജാലങ്ങളുടെയും ധർമ്മം പ്രകൃതിയുടെ ബോധത്തെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുകയാണ്. മനുഷ്യനാണെങ്കിൽ ഇത് തിരിച്ചറിയാൻ കഴിയും. പ്രകൃതിയുടെ ബോധത്തെ സവിശേഷ ബോധമായി തിരിച്ചറിഞ്ഞ് സവിശേഷ ബോധമായി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ എക്സ്പ്രഷനാണ് മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത്. ബോധപൂർവം, ബോധത്തോടെ പ്രകടിപ്പിക്കുക, ബോധത്തെ അറിയുക എന്നുള്ളത്, ബോധപൂർവം ജീവിക്കുന്നതിലാണ് മനുഷ്യന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. മനുഷ്യൻ പ്രകൃതിയുടെ കണ്ണും മൂക്കും ഹൃദയവും ഒക്കെയാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. ഇതൊന്നും അല്ലാതിരുന്നൊരു കാലത്ത് ഭൂമിയെല്ലാം വൃത്തിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ കണ്ണും കാതും ഒക്കെ ആയിക്കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇത് മാറിയിട്ട് പ്രകൃതിയെ മുഴുവൻ മാനിപ്പുലേറ്റ് ചെയ്തത് നമ്മളാണെന്ന രീതിയിലേക്ക് വന്നത്. തിരിച്ചു വരണമെങ്കിലും ഇതേ സാധനം തന്നെ യൂസ് ചെയ്യേണ്ടി വരും. ഈ ഭസ്മാസുര ശാപമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളതെന്നൊരു അവസ്ഥ സ്ഥിരം പറയാറുണ്ട്. അപ്പൊ നമുക്ക് തിരിച്ചു വരണമെങ്കിലും മനുഷ്യൻ ഭൂമിയുടെ കണ്ണും കാതും ഹൃദയവും ഒക്കെ ആയി മാറണം. ഈ മാറണമെങ്കിൽ ഇവിടെ വലിയൊരു കുരിശ് കിടക്കുന്നുണ്ട്. കാരണം ഇവിടെയുള്ള ഇത് പൊതുധർമ്മത്തെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത്. ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ മനുഷ്യരും വ്യത്യസ്തമായിട്ടുള്ള നിയോഗങ്ങളാണ് അവർക്കുള്ളത്. ചിലർക്കെല്ലാം കെട്ടിപ്പൊക്കണമെന്നായിരിക്കും, വേറെ ചിലർക്ക് മുഴുവൻ ഇടിച്ചു പൊളിക്കണം എന്നായിരിക്കും. ഇത് രണ്ടും ഒരേ ഇടത്ത്, ഒരേ കാർട്ടേഷനിലാണ് നിൽക്കുന്നത്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ പ്രകടനം വ്യത്യസ്തമാണ്. എല്ലാവർക്കും ഒരേ ജീവിതധർമ്മമല്ല, നമ്മൾ മനസ്സിലാക്കിയാണ്. കഴിവുകളും വാസനകളും ധിഷ്ണകളും ഓരോരുത്തർ, ധിഷ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്റേണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന സംഭവം, ഇത് ഓരോരുത്തരും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ പാത്വേ ഉണ്ടല്ലോ, അതും വ്യത്യസ്തമായിരിക്കും. അപ്പോ ഈ വ്യത്യസ്തമായിട്ടുള്ള സമയത്ത് നമ്മൾ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും അവൻ എന്ത് ചെയ്തു, ഇപ്പുറത്തുള്ളവർ എന്ത് ചെയ്തു എന്ന് ആലോചിക്കണ്ടല്ലോ. എന്തിന്? സ്വന്തം കൂടെ ജീവിക്കുന്ന ഒരാൾ, കൂടെ ജീവിക്കുന്ന ഒരാൾ, ഇപ്പൊ എന്റെ ഈണ എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തോട് സമസ്ത മേഖലകളിലും ഇഴചേർന്ന് പോകുന്ന ഒരാളാണ്. അയാൾക്ക് പോലും എന്റെ ധർമ്മമല്ല ഉള്ളത്. എന്നോട് പൂരണം ചെയ്യാനുള്ള ധർമ്മം അവിടെ ഉണ്ട്, പക്ഷെ സഹധർമ്മം ഉണ്ട്. അതുകൊണ്ടാണ് സഹധർമ്മിണി എന്ന് വിളിക്കുന്നത്. പക്ഷേ അയാൾക്ക് എന്റെ ധർമ്മമല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു ട്രാക്ക്, ഒരു പാത്ത് പുള്ളിക്കുണ്ടാവും. അങ്ങനെ ഇവിടെ ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. എല്ലാം വ്യത്യസ്തരായിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു പൊതുധർമ്മം നമുക്ക് ആരോപിക്കാൻ കഴിയുക, അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയുക? ഈ ധർമ്മത്തെ സ്വാധീനിക്കുന്നത് എന്താണെന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലേ, സ്ഥലവും കാലവും. ഓരോ ജനനത്തിനും ഒരു കാലമുണ്ട്, ഒരു പ്രത്യേക സമയമുണ്ട്. ഓരോ ജീവിതത്തിനും ഒരു സ്ഥലമുണ്ട്, ഇന്ന സ്ഥലത്താണ് ജീവിക്കേണ്ടത് എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അപ്പോ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് ധർമ്മത്തിന്റെ പ്രകടന രീതിയെ ശരിക്കും സ്വാധീനിക്കുന്നുണ്ട് അല്ലെ? സാഹചര്യങ്ങൾക്കനുസരിച്ച് അവന്റെ ജീവിതത്തിൽ സാരമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അത് അവന്റെ ജീവിതത്തിന്റെ പ്രകടനത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയുടെ തന്നെ ധർമ്മം വ്യത്യസ്ത കാലങ്ങളിൽ വ്യത്യസ്തമായിട്ട് പ്രകടമാകാം. ഒരു സമയത്ത് ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നു, പിന്നീട് ഒരു സമയത്ത് പിന്നീട് ഒരു രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോ കാലത്തിനനുസരിച്ച്, സ്ഥലത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് അവന്റെ ധർമ്മത്തിന്റെ പ്രകടനത്തിൽ വ്യത്യാസം വരും. അടിസ്ഥാനപരമായ ധർമ്മം ഒന്നും തന്നെയായിരിക്കും കേട്ടോ. പക്ഷെ ഇപ്പൊ ഇന്നലെ ചെയ്യുന്നതല്ല നാളെ ചെയ്യുക എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ധർമ്മത്തിന്റെ പ്രകടനമാണ്. അപ്പോ എപ്പോഴും പ്രകൃതി ശരിയായ സമയം ശരിയായ സ്ഥലത്ത് നമ്മളെ ഒരുക്കി നിർത്തിയിട്ട് ആ സമയത്ത് അവിടെ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങള് കൃത്യമായിട്ട് നിയോഗിക്കേണ്ടത്. കാരണം അത് പ്രകൃതിയുടെ ആവശ്യമാണ്. ഇനി
ഇപ്പൊ സ്ഥലവും കാലവും ധർമ്മത്തെ സ്വാധീനിക്കുന്നു എന്ന് പറയും അല്ലെ. ഇനി രൂപവും ഭാവവും, ഒരു വ്യക്തിക്കുള്ള രൂപവും ഭാവവും അയാൾ വ്യക്തിപരമായി മാറും. തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട്, ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആട്രിബ്യൂട്ട് ആയിട്ട് മാറും. ഇപ്പോ എന്നിൽ ധർമ്മമുണ്ട്, എന്റെ ധർമ്മം അല്ല നിങ്ങൾക്കുള്ളത് നമുക്കറിയാം. ഇനി പൊതുവായ ധർമ്മം, ഞാനും നിങ്ങളും ഒരുമിച്ച് ചെയ്യേണ്ട ധർമ്മമുണ്ട്. പക്ഷെ എന്നാൽ പോലും അത് ഒരുമിച്ച് ഒരുപോലെയല്ല പ്രകടമാകുന്നത്. എല്ലാത്തിനും വ്യത്യസ്ത രൂപങ്ങളുണ്ട്. ഇപ്പോ ഞാൻ ഒരു ഫിലോസഫർ എന്നുള്ള രീതിയിൽ ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നു, നിങ്ങൾ ശാസ്ത്രകാരന്മാരെന്നുള്ള രീതിയിൽ അപ്പുറത്തിരുന്ന് കേൾക്കുന്നു. നമ്മൾക്ക് ഒരേ പൊട്ടൻഷ്യാലിറ്റി ആണ് ഉള്ളതെന്ന് പറയാം, നമുക്ക് ഒരേപോലെയാണെന്ന് പറയാം. പക്ഷെ നമ്മൾ രണ്ടുപേരുടെയും ഈ രൂപം, ഭാവം തുടങ്ങിയ കാര്യങ്ങൾ വ്യക്തിപരമായി തന്നെ മാറുന്നുണ്ട്. ചിലർ ശാസ്ത്രത്തിലൂടെ ആയിരിക്കും, ചിലർ സർവീസിലൂടെ ആയിരിക്കാം, ചിലര് ഭാഷയിലൂടെ ആയിരിക്കാം. ഏതെങ്കിലും രൂപത്തിൽ ആ പ്രകൃതിയെ പ്രകടിപ്പിക്കാൻ അവർ ശ്രമിക്കും. ഓരോരുത്തരും പ്രകൃതിയെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവര് ഓരോരുത്തരും ഓരോ രൂപത്തിൽ, ഓരോ സ്ഥലത്ത്, ഓരോ കാലത്ത് നിന്നുകൊണ്ടത് പ്രകടിപ്പിക്കുമ്പോൾ ഇവരെല്ലാവരും വ്യത്യസ്തരാണ്. ഇവരുടെ എല്ലാം രൂപമല്ല വ്യത്യസ്തമാണ്, എന്നാലും അടിസ്ഥാന ധർമ്മം ഒന്ന് തന്നെയാണ് അല്ലെ. അടിസ്ഥാന ധർമ്മം ഒന്ന് തന്നെയാണ്. അത് ജൈവസമൂഹം പ്രകൃതിയോട് കാണിക്കുന്ന ചില നിലപാടുകളാണ്. പക്ഷെ വ്യക്തിത്വം എന്ന് പറയുന്നത് അവരവരുടെ ധർമ്മത്തിന്റെ പ്രകട രൂപമാണ് വ്യക്തിത്വം. മറ്റത് രൂപം, ഭാവം തുടങ്ങിയ കാര്യങ്ങളും ഒരു സത്തയുടെ ജനറൽ ആയിട്ടുള്ള കാര്യം എടുത്ത്, ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ മനുഷ്യർക്കും ഉള്ള ആ പൊതു സ്വഭാവമാണുള്ളത്. പക്ഷെ സന്തോഷം എന്ന് പറയുന്ന വ്യക്തിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അത് ധർമ്മത്തിന്റെ പ്രകട രൂപമാണ്. ഞാൻ എന്തിനു വേണ്ടിയാണ് ഉണ്ടായിട്ടുള്ളത്, അതിനു വേണ്ടിയുള്ള പ്രകട രൂപമാണ്. അപ്പൊ ഈ വ്യക്തിത്വം ഫോം ആകുന്നതിന്റെ പുറകില് നമുക്കൊരു അനുഭവം ഉണ്ടല്ലേ. ഓരോ അനുഭവത്തിന്റെ പിന്നാലെ നമുക്കൊരു വലിയ ലേണിംഗ് നടക്കുന്നുണ്ട്. ആ ലേണിംഗ് എന്ന് പറയുന്നത് ഇപ്പോ വിജയമുണ്ടാവുന്നു, നമുക്കൊരു അനുഭവമാണ്, പരാജയം ഉണ്ടാവുന്നു, അനുഭവമാണ്. ഇത് രണ്ടിന്റെ അകത്ത് നമുക്ക് ലേണിംഗ് നടക്കുന്നുണ്ട്. അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നുണ്ട്. ഈ വളർച്ചയാണ്, ഈ അനുഭവങ്ങൾ നൽകുന്ന വളർച്ചയാണ് നമ്മുടെ വ്യക്തിയെ പക്വമാക്കുക അല്ലെ. അപ്പൊ ജീവിതം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുള്ള ഒരു പഠന പ്രക്രിയയാണല്ലോ, നിരന്തരം ഓരോ നിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനകത്തൂടെ നമ്മൾ കടന്നു പോകുന്ന സമയത്ത്, ജീവിതത്തിനകത്തൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ധർമ്മത്തെ പൂരിപ്പിക്കാൻ കഴിയും. കാരണം ധർമ്മം എന്താണെന്നുള്ളത് അവിടെയാണ് എഴുതി വെച്ചിട്ടുള്ളത്, നമ്മുടെ ജീവിതത്തിലാണ് എഴുതി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യത്തിനും ഓരോ മീനിങ് ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു മീനിങ് ഉണ്ട്. നമുക്ക് വരുന്ന പ്രതിസന്ധികൾ, ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രതിസന്ധികളുണ്ട്. ഈ പ്രതിസന്ധികൾ പോലും നമുക്ക് ധർമ്മത്തിലേക്കുള്ള വഴിയായിരിക്കും. ഇപ്പോ ഞാൻ ഒരു വഴിയെ പോകുന്ന സമയത്ത് ഞാൻ ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങുന്ന അവിടെ ഒരു ദുരന്തം കാണുന്നു റോഡില്. അപ്പൊ അവിടെ ഞാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇറങ്ങുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആ ബസ്സിൽ വെച്ച് അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ച് മറ്റൊരു കാര്യത്തെ കാണുക. അവിടുന്ന് എന്റെ ജീവിതം ചിന്ത ഇതെല്ലാം വിപുലപ്പെട്ട് വേറൊരു വഴിക്ക് പോകും. നമ്മൾ പലപ്പോഴും ഒരു ആക്സിഡന്റിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ മീറ്റ് ചെയ്യുന്നതിന്റെ സ്പേസിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ആലോചിക്കാറില്ല. പ്രകൃതിയുടെ നിർണയമാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ മീനിങ് ഫുൾ ആണ്. നമുക്കുണ്ടാകുന്ന ഓരോ പ്രതിസന്ധികളും നമ്മുടെ ധർമ്മത്തിലേക്കുള്ള വഴി നയിക്കും. ഈ ധർമ്മത്തിലേക്ക് നയിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് നിറയെ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ ഓരോ അനുഭവവും പ്രകൃതിയെ വളർത്താനാണ് ഉപയോഗിക്കുക. ശരിക്കും ധർമ്മത്തെ തിരിച്ചറിയുന്നവർ, സ്വധർമ്മം എന്ന് പറയുന്നതിനെ തിരിച്ചറിയുന്നവര് ഒരിക്കലും ജീവിതത്തിന് ചുറ്റുപാടിൽ നിന്ന് വരുന്ന സാഹചര്യങ്ങൾ എതിർക്കുകയില്ല. ജീവിതത്തെ അതേപോലെ തന്നെ സ്വീകരിക്കുന്ന ധർമ്മപൂരണം സംഭവിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇതാണ്, മനുഷ്യന്റെ യഥാർത്ഥ ധർമ്മം പ്രകൃതിയുടെ പ്രകടനമാവുക എന്നുള്ളതാണ്, അവനവൻ തന്നെ എക്സ്പ്രസീവ് ആവുക എന്നുള്ളതാണ് കാര്യം. അതാണ് അവൻ ചെയ്യേണ്ടത്. അടിസ്ഥാനപരമായിട്ട് അവൻ അതാണ് ചെയ്യുന്നത്. അത് ഓരോരുത്തരും ഓരോ രീതിയിൽ അവരുടെ ഉപബോധത്തെ പ്രകടമാക്കുന്നുണ്ട്. ഓരോ രീതിയിലാണ് അത് എന്ന് മാത്രം. അപ്പോ അതില് അനുഭവങ്ങളും സാഹചര്യങ്ങളും ഇവരുടെ ധർമ്മത്തെ, ഈ സത്തയുടെ ധർമ്മത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അത് എന്തെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതധർമ്മം വ്യക്തമാവും. സ്വയം തിരിച്ചറിയുമ്പോൾ ജീവിതധർമ്മം വ്യക്തമാവും.
അപ്പോ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ വിജയം എന്ന് പറയുന്നത് തന്നെ ഈ ധർമ്മപൂർണ്ണമാണ്. ധർമ്മം പൂർത്തീകരിക്കുന്ന സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും മോക്ഷം ഉണ്ടാവും. മോക്ഷം ഉണ്ടാകുന്ന സമയത്ത് മോഹക്ഷയം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ നിഷ്കാസിതനാവുന്നു എന്ന് പറയുന്നു. അപ്പൊ ഇതിനാണ് നമ്മൾ ധർമ്മപൂർണ്ണം എന്ന് വിളിക്കേണ്ടത്. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അതിന് മറ്റെന്തെങ്കിലും പേരിട്ട് വിളിച്ചോളൂ. ഇവിടുത്തെ ഒരു അവസ്ഥയിൽ ധർമ്മപൂരണം സംഭവിക്കേണ്ടത് ഈ വിധത്തിലാണ് അത് സംഭവിക്കേണ്ടത്. അപ്പോ കൃത്യമായിട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിന് കൃത്യമായിട്ടുള്ള ധർമ്മമുണ്ട്. ആ ധർമ്മം എന്ന് പറയുന്നത് വ്യക്തിപരമായ ധർമ്മം വേറെയാണെങ്കിലും പൊതുധർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ പ്രകൃതിയുടെ ജീവന്റെ പ്രകടനമാവുക എന്നുള്ളതാണ്. ആ പ്രകടനത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം അറിയേണ്ടതുണ്ട് എന്നുള്ള കാര്യം നാളെ ചോദിക്കുക, നാളെ പറയാം. അതുവരേക്കും നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.